Good morning, students. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ BSc Nursing ഫ്രീ നഴ്സിംഗ് ക്ലാസ്സസിൽ യൂണിറ്റ് 4 ക്ലിനിക്കൽ എൻസൈമോളജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു പാർട്ട് കഴിഞ്ഞു. അപ്പോൾ അത് എൻസൈംസിൻ്റെ ഇൻട്രൊഡക്ഷൻസും അതിൻ്റെ ടൈപ്സും ഒക്കെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് സിലബസിൻ്റെ ആസ് പെർ യുവർ സിലബസ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഐസോ എൻസൈംസ് എന്താണ്, പിന്നെ എൻസൈം പാറ്റേൺ ഇൻ ഡിസീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് എൻസൈം പാറ്റേൺ ഇൻ ഡിസീസ്. അതായത് എക്സാംസിന് എൻസൈമോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. എൻസൈം പാറ്റേൺ ഡിസീസ്, അതായത് വാട്ട് ആർ ദ എൻസൈംസ് ആൻഡ് വാട്ട് ആർ ദ ഇൻവോൾവ്മെന്റ് ഓഫ് എൻസൈംസ് ഇൻ പർട്ടിക്കുലർ ഡിസീസ് ലൈക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഓർ ലിവർ ഡിസീസസ്, അങ്ങനെ മസിൽ ഡിസീസസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് ചോദിച്ച് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളിന്ന് വളരെ ചെറിയൊരു ക്ലാസ് ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ എൻസൈമോളജി കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5 മാർക്കിൻ്റെ വളരെ എണ്ണപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന ആകെ 2 പാർട്ട്. ഇന്ന് നമ്മളിത് ഫിനിഷ് ചെയ്യും. അടുത്ത നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീനാണ്. ഒരുപാട് കുട്ടികൾ കുറേ ദിവസമായിട്ട് മെസ്സേജ് ചെയ്യുകയാണ് പ്രോട്ടീൻസിൻ്റെ ക്ലാസ് വേണമെന്നുള്ളത്. അപ്പോൾ പ്രോട്ടീൻസും പിന്നെ പ്രോട്ടീൻസിൻ്റെ ഒരു ചാപ്റ്റർ 5 ക്ലാസ് നമുക്ക് വേണ്ടി വരും. കംപ്ലീറ്റ് ഒരു വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ 5 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് പിന്നെ നമുക്ക് ലിപ്പിഡ് മെറ്റബോളിസം എന്നുള്ളൊരു പോർഷനുണ്ട്. ഒരു ക്ലാസ് 1-2 മാക്സിമം 2 ക്ലാസ്. അത് കാരണം ലിപ്പിഡ്സിൻ്റെ ഓൾറെഡി അബ്സോർഷൻ, ഡൈജഷൻ, അബ്സോർഷൻ വരെ നമ്മൾ എടുത്തു. അതിൻ്റെ മെറ്റബോളിസം മാത്രമാണ് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ 1-2 ക്ലാസ് കൊണ്ട് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്യുക. അതോടെ നമ്മുടെ ബയോകെമിസ്ട്രി സിലബസ് ആസ് പെർ യുവർ സിലബസ് ബയോകെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. ബയോകെമിസ്ട്രി ഏകദേശം എല്ലാ പോർഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് മെറ്റബോളിസം. ലിപ്പിഡിൻ്റെ ബാലൻസ് പോർഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ അടുത്ത് വരുന്ന ഈ ആഴ്ചയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതോടെ നിങ്ങൾക്ക് ബയോകെമിസ്ട്രിക്ക് ഇനി എല്ലാ ഡൗട്ടുകളും ഇതിലൂടെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽസിൽ കുറച്ച് പോർഷൻസ് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തതൊഴികെ. അപ്പോൾ അത് അത്യാവശ്യം വേണ്ട പോർഷൻസ് ഞാൻ അതിൽ എടുത്തു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനും കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയമാണ് ഇനി എക്സാമിനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോയുടെ കമൻറ്റിൽ ഒന്ന് എഴുതാൻ നോക്കുക. ഓക്കെ, മെസ്സേജസ് ഒക്കെ ഒന്ന് ഇടാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനും അതുപോലെ ഒരു മോട്ടിവേഷനും ആകും. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ നഴ്സിംഗ് മീൻസ് യൂട്യൂബിലൂടെ തന്നെ കാണുക. മറ്റ് വേർഷൻസിലൂടെയും ആഡുകൾ അവോയ്ഡ് അങ്ങനെയുള്ള പരിപാടികളിലോട്ടൊന്നും പോകാതിരിക്കുക. നമ്മുടെ ഈ ഫ്രീ യൂട്യൂബ് ചാനലിലൂടെ തന്നെ കാണാൻ ശ്രമിക്കുക. യൂട്യൂബിൻ്റെ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ഞാൻ ഈ ഒരു സമയം കണ്ടെത്തി നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഐസോ എൻസൈം? എൻസൈംസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്. ഇറ്റ് കാറ്റലൈസിങ് ദ കെമിക്കൽ റിയാക്ഷൻസ്, അല്ലെ, മറ്റു കെമിക്കൽ റിയാക്ഷൻസിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് ഈ എൻസൈംസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഐസോ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ആൻ എൻസൈം catalyzing the same reaction are isoenzyme or isozymes. രണ്ടും ഒന്ന് തന്നെയാണ്. ഐസോ എൻസൈം അല്ലെങ്കിൽ ഐസോസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം എൻസൈമിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ്, അതിനെയാണ് ഐസോ എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ആൻ എൻസൈം, അതിനെയാണ് ഐസോ എൻസൈംസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഐസോ എൻസൈംസ് ഓഫ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ്. ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LDH എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിൻ്റെ ഐസോ എൻസൈംസിനെ കുറിച്ചാണ് താഴെ പറയുന്നത്. LDH ഹാവ് 5 ഡിസ്റ്റിങ്ക്റ്റ് ഐസോ എൻസൈംസ്. ഓക്കെ, 5 തരത്തിലുള്ള ഐസോ എൻസൈംസ് ഉണ്ട്. അതായത് ഒരേ തരത്തിലുള്ള ഒരേ റിയാക്ഷൻ തന്നെ, പക്ഷെ 5 തരം എൻസൈംസ് ഉണ്ട്. LDH 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇങ്ങനെ 5 തരത്തിലുള്ള ഐസോ എൻസൈംസ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസിനുണ്ട്. They can be separated by electrophoresis. നമ്മൾ ഇലക്ട്രോഫോറസിസ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അടുത്ത് അത് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോഫോറസിസ് എന്നുള്ള മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് ഈ എൻസൈംസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. സെല്ലോസ് ഓർ സ്റ്റാർച്ച് ജെൽ ഓർ അഗ്രോസ് ജെൽ, ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. LDH1 has more positive charge and fastest in
electrophoretic mobility while LDH is lowest. Okay, അപ്പോൾ LDH എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൈപ്പ് എൻസൈം എന്ന് പറഞ്ഞാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 5 ടൈപ്പ് ഉണ്ട്. അതാണ് LDH1. ഇതിനെയാണ് ഈ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫോംസിനെയാണ് എന്ത് പറയുന്നത്, ഐസോ എൻസൈംസ് എന്ന് പറയുന്നത്. അങ്ങനെ LDH1 2 3 4 5 വരെ 5 ഫോം ഉണ്ട്. ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതെന്ന് പറയുന്നത് LDH1 ആണ്. സ്ലോവസ്റ്റ് LDH5 ആണ്. ഓക്കെ, ഇനി significance of differential catalytic activity. LDH1 is predominantly found in hard muscles. Okay, clear? LDH എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്? ഹാർഡ് മസിൽസ് ആണ്. ആൻഡ് ഈസ് ഇൻഹിബിറ്റഡ് ബൈ പൈറുവേറ്റ്. ഇതിനെ ചെറുത്ത് നിർത്തുന്നത് ആരാണ്? പൈറുവേറ്റ് വഴിയാണ് ചേർത്തത്. Hence pyruvate is not converted into lactate in cardiac muscle but is converted into acetylcoenzyme A which enters citric acid cycle. അതായത് LDH1 കൂടുതലായിട്ട് കാണുന്നത് ഹാർഡ് മസിൽസ് ആണ്. പക്ഷേ ഇതിന്റെ ഒരു ഫർദർ റിയാക്ഷൻ അല്ല തടഞ്ഞു നിർത്തുന്നത് പൈറുവേറ്റ് ആണ്. പൈറുവേറ്റ് എന്ത് ചെയ്യത്തില്ല, ഇതിനെ ഇറ്റ്സ് നോട്ട് കൺവേർട്ടഡ് ടു ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട്, കാർഡിയാക് മസിൽസിൽ ഇത് ലാക്ടേറ്റ് ആയി കൺവേർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അസറ്റൈൽ കോയിൻസൈം, പൈറുവേറ്റിനെ അസറ്റൈൽ കോയിൻസൈം ആയിട്ട് മാറ്റുകയും അത് പിന്നെ നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ, നമ്മുടെ ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞ് സിട്രിക് ആസിഡ് സൈക്കിൾ പഠിച്ചില്ലേ, അവിടെ ആ ഒരു സൈക്കിളിലോട്ട് ഇൻവോൾവ് ചെയ്യുക. അസറ്റൈൽ കോയിൻസൈം സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. LDH5 ഈസ് മോസ്റ്റ്ലി പ്രസന്റ് ഇൻ സ്കെൽറ്റൽ മസിൽസ്. ഓക്കെ, LDH1 ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ കാർഡിയാക് മസിൽസിലാണെങ്കിൽ LDH5 എവിടെയാണ് കൂടുതലായി കാണുന്നത്? സ്കെൽറ്റൽ. ഇതൊക്കെ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. LDH5 is mostly present in skeletal muscles. The inhibition of this enzyme by pyruvate is minimal. പക്ഷേ സ്കെൽറ്റൽ മസിൽസിൽ ഇതിന്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാൻ പൈറുവേറ്റ് വളരെ മിനിമൽ ആയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മസിൽസ്, നമ്മുടെ സ്കെൽറ്റൽ മസിൽസിൽ ഈ പൈറുവേറ്റ് എന്ത് ചെയ്യുന്നു? ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ ഹാർട്ട് മസിൽസ് അത് ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, പകരം അത് അസറ്റൈൽ കോയിൻസൈം ആവുകയും എന്നിട്ട് അത് സിട്രിക് ആസിഡ് സൈക്കിളിൽ എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. The differential catalytic activity of LDH1 and LDH5 in heart and skeletal muscle respectively are well suited for the aerobic and anaerobic conditions prevailing in these tissues. അതായത് ഓക്സിജനേറ്റഡ് റിയാക്ഷൻസിനും അനറോബിക് റിയാക്ഷൻ, അതായത് ആബ്സെൻസ് ഓഫ് ഓക്സിജനേറ്റഡ് റിയാക്ഷൻസിലും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. പ്രസൻസ് ഓഫ് LDH1 in heart muscles and LDH5 in skeletal muscles. ഓക്കെ, ഇനി LDHന്റെ ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്, നമുക്ക് എന്ത് അസുഖങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നതെന്ന് നോക്കാം. ഐസോ എൻസൈംസ് ഓഫ് LDH ഹാവ് ഇമ്മൻസ് വാല്യൂ ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് ഹാർട്ട് ആൻഡ് ലിവർ റിലേറ്റഡ് ഡിസോർഡേഴ്സ്. അതായത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ഈ LDHന്റെ ഐസോ എൻസൈംസിന്റെ വാല്യൂ, നമുക്ക് ഐസോ എൻസൈംസിന്റെ ലെവൽ, ഐസോ എൻസൈമിന്റെ പ്രസൻസ് ഒക്കെ നമുക്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻ ഹെൽത്തി ഇൻഡിവിജ്വൽ ദ ആക്ടിവിറ്റി ഓഫ് LDH2 ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് LDH1 ഇൻ സീറ. നമ്മുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ, അവരുടെ ബ്ലഡിൽ LDH1നേക്കാൾ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നത് LDH2 ആയിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് മയോകോഡിയൽ ഇൻഫാക്ഷൻ, അത് MI മയോകോഡിയൽ ഇൻഫാക്ഷൻ എന്നുള്ള ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവരുടെ ബ്ലഡിൽ എന്തായിരിക്കും? LDH1 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ LDH2. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും? അപ്പോൾ LDH1 അവരുടെ ബ്ലഡിൽ കൂടുതലായിരിക്കും. എന്തിനേക്കാൾ? LDH2നേക്കാൾ. ദിസ് ഹാപ്പൻസ് വിത്തിൻ 12 to 24 hours after infection. മയോകോഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായി വിത്തിൻ 12 to 24 hours ഈ ഒരു LDH1ന്റെ ലെവൽ കൂടുകയും LDH2ന്റെ ലെവൽ കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ LDH5ന്റെ ആക്ടിവിറ്റി ബ്ലഡിൽ കൂടുന്നത് എപ്പോഴാണ്? ഇറ്റ്സ് എ ഇൻഡിക്കേറ്റർ ഓഫ് ലിവർ ഡിസീസസ്. ഓക്കെ, നമ്മൾ എന്താണ് പറഞ്ഞത്? ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ഓഫ് LDH ആണ് പറഞ്ഞത്. ഐസോ എൻസൈംസ് ഓഫ് LDH എന്ന് പറയുമ്പോൾ LDH1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഇവിടെ പറയുന്നത് ഒരു ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിലെ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ LDH2 ആയിരിക്കും LDH1നേക്കാൾ കൂടുതൽ. പക്ഷേ ഒരു ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ മയോകോഡിയൽ ഇൻഫാക്ഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, അവിടെ LDH1 വിൽ ബി ഗ്രേറ്റർ ദാൻ LDH2. ഓക്കെ, അത് മയോകോഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച് 12 to 24 hours ഇത് ഈ ഒരു ലെവൽ വ്യത്യാസം വരുന്നത്. ഇനി അതുപോലെ ബ്ലഡിൽ LDH5ന്റെ ലെവൽ കൂടുതലാണെങ്കിൽ അതെന്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു? പ്രസൻസ് ഓഫ് ലിവർ ഡിസീസസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആയോ? ചില 1 വേർഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത്.
അല്ലെങ്കിൽ LDH മാത്രം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ 5 മാർക്കിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ ആദ്യം നമ്മൾ ഏതാ പഠിച്ചത്? ഐസോഎൻസൈം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ഐസോഎൻസൈംസിന്റെ ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസിന്റെ ഐസോഎൻസൈംസ് ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ ഡിസീസിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അടുത്ത രണ്ടാമത്തെ എൻസൈമിന്റെ ഐസോഎൻസൈമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. ഓക്കെ, ഐസോഎൻസൈംസ് ഓഫ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസിന്റെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രിയാറ്റിൻ കൈനേസ് CK എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് അല്ലെങ്കിൽ CPK എന്നാണ് പറയുന്നത്. catalyzes the interconversion of phosphocreatine or creatine phosphate to creatine. അതായത് എന്തിനാണ് ഈ എൻസൈം സഹായിക്കുന്നത്? ക്രിയാറ്റിൻ കൈനേസ് എന്തിനാണ് സഹായിക്കുന്നത്? അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് എന്തിനാണ് സഹായിക്കുന്നത്? ഫോസ്ഫോക്രിയാറ്റിനെ ക്രിയാറ്റിൻ എന്നുള്ള ഫോമിലാക്കി മാറ്റാനാണ് ഏത് എൻസൈം സഹായിക്കുന്നത്? ക്രിയാറ്റിൻ കൈനേസ് സഹായിക്കുന്നത്. ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് എക്സിസ്റ്റ് ആസ് 3 ഐസോഫോംസ്. പ്രധാനമായിട്ട് 3 ഫോമിൽ കാണപ്പെടുന്നുണ്ട്. ഈച്ച് ഐസോ എൻസൈം ഈസ് എ ഡയമർ composed of 2 subunits, MSL or B ബ്രെയിൻ. M എന്ന് വെച്ചാൽ മസിലും B എന്ന് വെച്ചാൽ ബ്രെയിനും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളത്. അതായത് ഇവിടെ കാണാം, ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം CPK അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൈനേസിന്റെ 3 ഫോംസ്, 3 ഐസോഫോംസ് ഉണ്ട്. CPK1, CPK2, CPK3 എന്നുള്ള. അതിന്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2 സബ് യൂണിറ്റ്സ് ഉണ്ടാവും. ഒന്നുകിൽ B ആയിരിക്കും, അല്ലെങ്കിൽ M ആയിരിക്കും, അല്ലെങ്കിൽ M-ഉം B-യും കൂടി ചേർന്നിട്ട് 2 സബ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഈ ഒരു ഐസോഎൻസൈംസ് കാണപ്പെടുന്നത്. അതിന്റെ ടിഷ്യൂസ് ഏത് ടിഷ്യൂസിലാണ് കാണുന്നത്? B ആണെങ്കിൽ അത് ബ്രെയിനിലായിരിക്കും, MB ആണെങ്കിൽ ഹാർട്ടിലായിരിക്കും, M ആണെങ്കിൽ സ്കെൽറ്റൽ മസിൽസിലുമാണ് ഇത് കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേരാണ് ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറയുന്നത്. CK അല്ലെങ്കിൽ CPK എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഇതൊരു എൻസൈം ആണല്ലോ. അല്ല, ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോസ്ഫോക്രിയാറ്റിനെ ക്രിയാറ്റിനായി മാറ്റുക, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിനെ എന്നാണ് പറയുന്നത്. 2 രീതിയിൽ പറയാറുണ്ട്. ഫോസ്ഫോക്രിയാറ്റിൻ അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്, അതിനെ ക്രിയാറ്റിനാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു എൻസൈമിന്റെ ജോലി. ഓക്കെ, അപ്പൊ ഈ CPK എന്ന് പറയുന്ന ഐസോ എൻസൈംസ് എത്ര ഐസോ എൻസൈംസ് ആണ്? മൾട്ടിപ്പിൾ ഫോംസ് എത്ര ഉണ്ട്? 3 എണ്ണമാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? CPK1, CPK2, CPK3. ഓക്കെ, ഇതിൽ ഓരോ ഐസോ എൻസൈമിനകത്തും അതിന്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2 സബ് യൂണിറ്റ്സ് ആണ് കാണപ്പെടുന്നത്. CPK1-ലാണെങ്കിൽ BB, അതായത് ബ്രെയിൻ എന്നുള്ളത് BB എന്നുള്ളതാണ്. CPK2 ആണെങ്കിൽ ഒരു മസിലും ഒരു ബ്രെയിനും MB എന്നുള്ളത് കാണുന്നു. CPK3 ആണെങ്കിൽ 2 മസിലും 2 സബ് യൂണിറ്റ്സും മസിൽസ് ആണ് M എന്നുള്ളത്. അപ്പൊ അത് എവിടെയാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ CPK1 ആണെങ്കിൽ BB ബ്രെയിനിലാണ്, CPK2 MB എന്ന് പറയുമ്പോൾ അത് ഹാർട്ടിലാണ്, CPK3 MM സ്കെൽറ്റൽ മസിലാണ്. ക്ലിയർ? ഇൻ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ദ ഐസോഎൻസൈം CPK2 or MB is almost undetectable in serum with less than 2% of total CPK. അതായത് ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ബ്ലഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡില് ഈ CPK2 എന്ന് പറയുന്ന MB അല്ലെ, MB എന്ന് പറയുന്ന ഈ CPK2 എന്ന് ഹാർട്ടിൽ കാണപ്പെടുന്ന, ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒറിജിൻ, ടിഷ്യൂ ഓഫ് ഒറിജിൻ, ഏത് ഹാർട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന CPK2 വളരെ ലെസ് ആയിരിക്കും, അൺഡിറ്റക്റ്റബിൾ ആയിരിക്കും, കണ്ടുപിടിക്കാൻ പോലും അത്രയും പോലും അളവില്ലാത്ത അളവിലായിരിക്കും നോർമലി ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കാണും. ഇനി ഉണ്ടെങ്കിൽ തന്നെ ടോട്ടൽ CPKയുടെ ഏറ്റവും കുറഞ്ഞ ശതമാനം 2% താഴെയായിരിക്കും അതിന്റെ ലെവല്. ക്ലിയർ? ഇനി എന്നാൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആഫ്റ്റർ ദ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വിത്തിൻ ദ ഫസ്റ്റ് 6 to 18 hours, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായി ആദ്യത്തെ 6 മുതൽ 18 മണിക്കൂറിനുള്ളിൽ ഈ CPK2 അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന CPK2 ഇൻക്രീസ് ചെയ്യും, ബ്ലഡിൽ ഇൻക്രീസ് ചെയ്ത് എത്ര ലെവൽ വരെ ആവും? ടോട്ടൽ ഉള്ളതിന്റെ 20% വരെ ആയിരിക്കും. അതായത് നോർമലി 2% താഴെ നിൽക്കേണ്ട CPK2 20% വരെ ആകും ആദ്യത്തെ 6 മുതൽ 18 മണിക്കൂറിനകത്ത് വരെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടെങ്കിൽ. ക്ലിയർ? അടുത്ത CPK2 ഐസോ എൻസൈം is not elevated in skeletal muscle disorders. skeletal muscles disorders ഉള്ള ആൾക്കാർക്ക് CPK2 എലിവേറ്റ് ചെയ്തില്ല. കാരണം ഇത് എവിടെയാണ് ഒറിജിൻ ചെയ്യുന്നത്? ഹാർട്ടിലാണ്, സ്കെൽറ്റൽ മസിൽസിൽ
അല്ല, കാർഡിയാക് മസിൽസിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. Therefore, estimation of the enzyme CPK2-MB is the earliest reliable indication of myocardial infarctions. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസോ എൻസൈംസ് ഓഫ് ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറയുന്നത്. എന്താണ് ക്രിയാറ്റിൻ കൈനേസ്? എൻസൈം അല്ലെ. നമ്മൾ അതിന്റെ ഐസോ എൻസൈംസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് ഈ ക്രിയാറ്റിൻ കൈനേസ് യൂസ് ചെയ്യുന്നത്? ഫോസ്ഫോ ക്രിയാറ്റിനെ ക്രിയാറ്റിനായി കൺവേർട്ട് ചെയ്യാനാണ്. ഇനി ഈ ക്രിയാറ്റിൻ കൈനേസിന്റെ 3 ഫോം ഉണ്ട്, 3 ഐസോ എൻസൈംസ് ഉണ്ട്. അതിൽ ഓരോ ഫോമിലും 2 സബ് യൂണിറ്റ്സ് കാണപ്പെടുന്നു. അതിൽ 2 സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എമ്മും ബിയും ആണ്. ഒന്നുകിൽ M2 കാണും, അല്ലെങ്കിൽ B2 കാണും, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് കാണും. അപ്പൊ അങ്ങനെയാണ് 3 യൂണിറ്റ്സ്, 3 ഐസോ എൻസൈംസ് വരുന്നത്. CPK1, CPK2, CPK3 എന്ന് പറയുന്നത്. ഇതിൽ CPK1ന്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2 B ആണ്. അത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? ബ്രെയിനിൽ നിന്നാണ്. ഓക്കെ. CPK2 എന്ന് പറയുമ്പോൾ ഒരു മസിലും ഒരു ബ്രെയിനും സബ് യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? ഹാർട്ട് മസിൽസ് നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് CPK3 എന്ന് പറയുമ്പോൾ 2 മസിൽ സബ് യൂണിറ്റ്സ് ആണ് വരുന്നത്. അത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? സ്കെൽറ്റൽ മസിൽസ് ആണ്. ഇനി അതിന്റെ ലെവലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ CPK2നെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. CPK2ന്റെ ലെവൽ എന്ന് ബ്ലഡിൽ നോക്കിക്കഴിഞ്ഞാൽ CPK2ന്റെ ലെവൽ ആരോഗ്യ ഹാർട്ട് ഡിസീസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ അൺഡിറ്റക്ട്, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ തന്നെ പറ്റിയെന്ന് വരത്തില്ല. ഇനി കണ്ടുപിടിച്ചാൽ തന്നെ നോർമലി ഉള്ള ഒരാളുടെ ശരീരത്തിൽ എത്രയായിരിക്കും? <2% ആയിരിക്കും. ടോട്ടൽ CPKയുടെ <2% മാത്രമേ CPK2 വരുന്നുള്ളൂ. അതായത് മസിൽ നിന്നും വരുന്നത്, അതായത് ഹാർട്ടിൽ നിന്നും വരുന്നതാണ് CPK2. അത് വളരെ കുറവാണ്, 2% താഴെ. എന്നാൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച ഒരു വ്യക്തിക്ക് ആദ്യത്തെ 6 മുതൽ 18 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ CPK2ന്റെ ലെവൽ ബ്ലഡിൽ കൂടി ഈ 2% നോർമലിന് പകരം 20% വരെ ചിലപ്പോൾ ആകാറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസസ് ഡിറ്റക്ട് ചെയ്യാനാണ് CPK2ന്റെ ലെവൽ സഹായിക്കുന്നത്, അല്ലെങ്കിൽ CPK-MB എന്ന് നമ്മൾ പറയും. CPK-MB സഹായിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് എലിവേറ്റഡ് ഇൻ സ്കെൽറ്റൽ മസിൽ ഡിസോർഡർ. സ്കെൽറ്റൽ മസിൽസ് ഡിസോർഡേഴ്സുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു ഇൻഡിക്കേഷൻ ആണ് the earliest enzyme, okay, reliable indication of myocardial infarction. മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് CPK2ന്റെ ലെവൽ നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതിലൂടെയാണ് ഏർലിയസ്റ്റ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അടുത്ത എൻസൈം ആണ് ഐസോ എൻസൈംസ് ഓഫ്. നമുക്ക് അപ്പോൾ 2 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ 2 പഠിച്ചത്? ലാക്ടേറ്റ് ഡീഹൈഡ്രേജിനോസിന്റെ ഐസോ എൻസൈംസിനെ കുറിച്ച് പഠിച്ചു. അടുത്ത് നമ്മൾ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസിന്റെ ഐസോ എൻസൈംസിനെ കുറിച്ചും പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന 3ാമത്തെ എൻസൈം ആണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഓക്കെ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ഐസോ എൻസൈംസ് ഓഫ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ആസ് മെനി 6 ഐസോ എൻസൈംസ് ഓഫ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എത്ര ഐസോ എൻസൈംസ് ഉണ്ട്? എത്ര ഫോം ഉണ്ട്? 6 ഉണ്ട്. LP ഈസ് എ മോണോമർ. ദസ് ഐസോ എൻസൈംസ് ആർ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ കാർബോഹൈഡ്രേറ്റ്. എന്തുകൊണ്ടാണ് അതിന്റെ മൾട്ടിപ്പിൾ ഫോംസ് വരുന്നത്? അതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ടാണ് അത് പല ഫോമിലായിട്ട് മാറുന്നത്. 6 ഫോമിൽ കാണപ്പെടുന്നു. The most important ALP iso enzyme are alpha 1 ALP, alpha 2 heat labile ALP, alpha 2 heat stable ALP, and pre-beta ALP and gamma ALP. ഓക്കെ, ഇങ്ങനെ പല ഫോമിലാണ് കാണപ്പെടുന്നത്. An increase in alpha 2 heat labile ALP suggests hepatitis. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിവർ ഡിസീസിലാണ് നമ്മൾ ALP നോക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നോക്കുന്നത്. അതിൽ തന്നെ അതിൽ 2 ALP തന്നെ ആൽഫ 2ൽ തന്നെ ഹീറ്റ് ലെബയിലും ഉണ്ട്, ഹീറ്റ് സ്റ്റേബിളും ഉണ്ട്. അതായത് ഹീറ്റ് ചൂട് കൂടുമ്പോൾ നശിച്ചു പോകുന്നതാണ് ഹീറ്റ് ലെബയിൽ, അല്ലെങ്കിൽ ഹീറ്റ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ചൂടിലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതിനെ ഹീറ്റ് ലെബയിൽ എന്ന് പറയുന്നു, ഹീറ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നു. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള, അല്ലെങ്കിൽ ലിവർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉള്ള ആൾക്കാരിൽ ബ്ലഡിൽ ഹീറ്റ് ലെബയിൽ ALP നമുക്കവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും. എന്നാൽ ബോൺ ഡിസീസസ് ഉള്ള ആൾക്കാരിൽ ഈ ബീറ്റ ALP, ഇവിടെ കാണുന്ന ഈ ബീറ്റ ALP നമുക്ക് പ്രീ ബീറ്റ ALP എന്താ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ബീറ്റ ALP നമുക്ക് ബോൺ ഡിസീസസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ അത് കൺവേർട്ട് ആയിട്ട് വരാവുന്ന കാര്യമാണ് കേട്ടോ. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ ഏത് ടൈപ്പാണ് ഹെപ്പറ്റൈറ്റിസിൽ കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ 2 ഹീറ്റ് ലെബൈൽ ALP ആണ്. പിന്നെ ഇനി ബോൺ ഡിസീസിൽ കൂടുന്നത് പ്രീ ബീറ്റ ALP ആണ്. ഇതാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ. ഇതൊന്നും നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 1 മാർക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് മാത്രമേ ഇത് ചോദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ടോട്ടലി ചോദിച്ചു കഴിഞ്ഞാൽ ഐസോ എൻസൈംസ്
എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. ടോട്ടൽ ഐസോ എൻസൈംസ് ആൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം മുതൽ പഠിച്ചതുപോലെ ഓരോ ടൈപ്പ് എൻസൈംസും അതിൻ്റെ ഐസോ എൻസൈംസിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട. 5 മാർക്കിനല്ലേ, ജസ്റ്റ് ചുരുക്കി ഒന്ന് എഴുതാൻ നോക്കുക. 1-2 സെന്റൻസ് വീതം എല്ലാ ടൈപ്സിലും ഒന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഐസോ എൻസൈംസ് ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഓക്കെ, അടുത്ത ടൈപ്പ് എൻസൈം ആണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. അതിന്റെ ഐസോ എൻസൈമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ഹാസ് 2 ഹെറ്ററോഡൈമർ ഐസോ എൻസൈം. 2 ഫോമിലുള്ള 2 ഐസോ എൻസൈംസ് ആണുള്ളത്. എമംഗ് ദ വൈറ്റ് അമേരിക്കൻസ് ആൻഡ് യൂറോപ്യൻസിൽ കാണപ്പെടുന്നതാണ് ആൽഫ ബീറ്റ 1 ഐസോ എൻസൈം ഈസ് പ്രിഡോമിനന്റ്, വേറസ് ജാപ്പനീസ് ആൻഡ് ചൈനീസിൽ കാണപ്പെടുന്ന ആൽഫ ബീറ്റ 2 എന്ന് പറയുന്നത് 2 ടൈപ്പ്. ആൽഫ ബീറ്റ 1ഉം ആൽഫ ബീറ്റ 2 രണ്ടെണ്ണമാണ് നോർമലി ഉള്ള 2 ഐസോ എൻസൈംസ് ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത്. ഇതിൽ ആൽഫ ബീറ്റ 1 എന്ന് പറയുന്ന അമേരിക്കൻസിന് യൂറോപ്യന്റെ ശരീരത്തിൽ കാണപ്പെടുന്നതാണ്, കൂടുതലായി കാണപ്പെടുന്നതാണ്. പിന്നെ ജാപ്പനീസിന്റെ ചൈനീസിന്റെ ശരീരത്തിൽ കാണപ്പെടുന്നതാണ്, ബ്ലഡിൽ കാണുന്നതാണ് ആൽഫ ബീറ്റ 2 എന്ന് പറയുന്നത്. ആൽഫ ബീറ്റ 2 more rapidly converts alcohol to acetaldehyde. ഓക്കെ, ആൽഫ ബീറ്റ 2ന്റെ പ്രത്യേകത അല്ലെങ്കിൽ ജാപ്പനീസിന്റെ ചൈനീസിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ആൽഫ ബീറ്റ 2ന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ആൽക്കഹോളിനെ, നമ്മൾ കുടിക്കുന്ന മീൻസ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ ആൽക്കഹോളിനെ അസറ്റാൽഡിഹൈഡ് എന്നുള്ള ഫോമിലായിട്ട് മാറ്റുകയും ഈ അസറ്റാൽഡിഹൈഡ് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാക്കും? ടാക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കൂട്ടുന്നതിനും ഫേഷ്യൽ ഫ്ലഷും മുഖമെല്ലാം ചുവന്ന് തടിക്കുന്നതിനും ഒക്കെ കാരണമാകും. അതുകൊണ്ടാണ് ഈ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അമേരിക്കൻസിനും യൂറോപ്യൻസിനും ഒന്നും ആ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷെ ജാപ്പനീസും ചൈനീസുമായിട്ടുള്ള ആൾക്കാർ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കൂടുകയും ഈ ഒരു അസറ്റാൽഡിഹൈഡ് അക്യുമുലേറ്റ് ചെയ്ത് ഫേഷ്യൽ ഫ്ലഷിംഗ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരധികം മദ്യപിക്കാത്തത്. ഓക്കെ, ക്ലിയർ ആയോ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആൽഫ ബീറ്റ 2 ഐസോ എൻസൈം ഇൻ ദയർ ബ്ലഡ്. അതുകൊണ്ടാണ് അവരധികം മദ്യപിക്കാത്തതും. അമേരിക്കൻസ്, യൂറോപ്യൻസ് അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾ വിൽ ടേക്ക് മോർ ഡ്രിങ്ക്സ് ഓർ ആൽക്കഹോൾ ബിക്കോസ് ദേ ക്യാൻ ടോളറേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ട് ഐസോ എൻസൈംസ് പഠിക്കാനുള്ള. ഐസോ എൻസൈംസ് എന്താന്ന് പറഞ്ഞു, ഒരു എൻസൈമിന്റെ തന്നെ മൾട്ടിപ്പിൾ ഫോംസ്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ ഐസോ എൻസൈംസ് ആണ്. പിന്നെ പഠിച്ചത് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസിന്റെ ഐസോ എൻസൈംസ് ആണ്. പിന്നെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ ഐസോ എൻസൈം, പിന്നെ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ ഐസോ എൻസൈം. അപ്പൊ ഐസോ എൻസൈംസ് എന്ന് പറഞ്ഞ് 5 മാർക്ക് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതണം. ഇല്ല, ഇതിൽ ഏതെങ്കിലും ഓരോന്ന് വീതം 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം ജസ്റ്റ് ഒന്ന് ഒരു 3-4 സെന്റൻസ് അത് എഴുതുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് എൻസൈം പാറ്റേൺ ഇൻ ഡിസീസസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടന്റ്സും കൂടെ ചേർത്ത് ഒരുമിച്ച് പറയാം. അപ്പൊ നമ്മൾ ഓരോ എൻസൈമിലും നമ്മൾ പറഞ്ഞു അല്ലേ എവിടെയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷന് ഏത് എൻസൈമാണ് കൂടുന്നത്, ഏത് എൻസൈം കൂടുന്നത്, അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ആ എല്ലാ എൻസൈംസും കൂടി ചേർത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ ഏതൊക്കെ എൻസൈംസ് ഇൻവോൾവ് ചെയ്യുന്നു, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതാണ് അടുത്തിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, എൻസൈം പാറ്റേൺ ഇൻ ഡിസീസസ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എൻസൈംസ് ഇൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് മസിൽസിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ ചെല്ലാതെ അല്ലെങ്കിൽ ബ്ലഡ് ചെല്ലാതെ ഹാർട്ട് മസിൽസ് കൺട്രാക്ട് ചെയ്യാതിരിക്കുന്ന ഒരു ഡിസീസാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റിനൊക്കെ മുന്നേ നടക്കുന്നതാണ് ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻജൈന പെക്ടോറിസ് കഴിഞ്ഞ് നെഞ്ചുവേദന വന്ന ആൻജൈന പെക്ടോറിസ് എന്ന് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്താ ഉണ്ടാകുന്നത്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അടുത്ത സെമിസ്റ്ററിലാണ് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇവിടെ ബേസിക് മാത്രം പറഞ്ഞാൽ മതി. മയോകാർഡിയൽ ഇൻഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ്, 5 മാർക്കിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എൻസൈംസ് ഇൻവോൾവ് ഇൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ദ എൻസൈംസ് നെയിംലി ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, aspartate transaminase and lactate dehydrogenase are important for the diagnosis of മയോകാർഡിയൽ ഇൻഫെക്ഷൻ. ഈ എല്ലാ എൻസൈംസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പക്ഷെ ഇവിടെ ഒന്നുകൂടി ഒന്ന് പറയുന്നേ ഉള്ളൂ. ഏതൊക്കെ എൻസൈംസ് ആണ് പ്രധാനമായിട്ട് നോക്കുന്നത് മയോകാർഡിയൽ ഇൻഫെക്ഷനിൽ? ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, aspartate transaminase, lactate dehydrogenase. ഓക്കെ, ഫസ്റ്റ് ഒന്ന് നോക്കാം, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോ എൻസൈം MB. ഇതിൽ നമ്മൾ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസിന്റെ CPK 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. 1 എന്ന് പറഞ്ഞാൽ BB ആണ്,
ഇത് M2 ആണ്. MB എന്ന് പറയുന്നത് 3MM ആണ്. അതിൽ MB CPK2MB ആണ് നമ്മൾ പ്രിസൈസ്ലി നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ നോക്കുന്നത്. കാരണം ഇത് മാത്രമാണ് ഹാർട്ടിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നത്. ഇസ് ദ ഫസ്റ്റ് എൻസൈം to be released into circulation within 6 to 18 hours after infarction. ഇൻഫാക്ഷൻ നടന്ന് ഏറ്റവും പെട്ടെന്ന് 6 മുതൽ 18 മണിക്കൂറിനുള്ളിൽ ബ്ലഡിലോട്ട് ആദ്യം റിലീസ് ചെയ്യുന്നത് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസിന്റെ MB ഫോം ആണ്. അതൊക്കെ CPK2MB അല്ലെങ്കിൽ CKMB. Therefore, CPK estimation is highly useful for the early diagnosis of MI ഉണ്ടോ എന്നുള്ളത്, MI സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് അല്ലെങ്കിൽ CPKMB അല്ലെങ്കിൽ CKMBയുടെ ലെവൽ. എന്നിട്ട് ഈ ലെവൽ ഈ കൂടുന്ന CPKMB എപ്പോഴും കൂടി നിൽക്കുമോ? ഇല്ല. അത് കൂടിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ മുതൽ 18 മണിക്കൂറിനുള്ളിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് ബ്ലഡിൽ ഉണ്ടാവുമെങ്കിലും അത് തിരിച്ച് നോർമൽ ലെവലിലോട്ട് വരും. എത്ര സമയത്തിനുള്ളിൽ? the enzyme reaches a peak value within 24 to 30 hours. 6 മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി 24 മണിക്കൂർ മുതൽ 30 മണിക്കൂറിനുള്ളിൽ അതിന്റെ ഏറ്റവും മാക്സിമം ലെവലിൽ എത്തുകയും അടുത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം അത് തിരിച്ച് നോർമൽ ലെവലിൽ എത്തുകയും ചെയ്യും. ക്ലിയർ ആകും? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റ്സും ഓർത്തിരിക്കണം. ഓക്കെ, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനസ് അതിൽ CPK2MB അല്ലെങ്കിൽ CKMB എന്നുള്ള ഐസോ എൻസൈം ആണ് നോക്കുന്നത്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നാൽ 6 മണിക്കൂർ മുതൽ 18 മണിക്കൂറിനുള്ളിൽ ഇത് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങും ഹാർട്ട് മസിൽസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിത് മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ ഏർലി ഡയഗ്നോസിസിനുള്ള ഇൻഡിക്കേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത 6 മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി കൂടി ബ്ലഡിൽ ഇത് 24 മണിക്കൂർ മുതൽ 30 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ മാക്സിമം ലെവലിൽ ബ്ലഡിൽ എത്തുകയും അത് തിരിച്ച് അവിടെ നിന്ന് പിന്നെ കുറയാൻ തുടങ്ങും ബ്ലഡിൽ. ഓക്കെ, പിന്നെ ആ ഒരു ഐസോ എൻസൈംസിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് ബ്ലഡിൽ അത് കുറയാൻ തുടങ്ങി അതിന്റെ നോർമൽ ലെവലിലോട്ട് എത്തുന്നത് എത്ര സമയത്തിനുള്ളിലായിരിക്കും? സെക്കൻഡ് ഡേ അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച് സെക്കൻഡ് ഡേയിലോ അല്ലെങ്കിൽ തേർഡ് ഡേയിലോ അത് നോർമൽ ലെവലിലോട്ട് വരികയും ചെയ്യും. ക്ലിയർ? ഇനി രണ്ടാമത്തെ എൻസൈമാണ് ആസ്പർട്ടേറ്റ് ട്രാൻസ്അമിനേസ്. ആസ്പർട്ടേറ്റ് ട്രാൻസ്അമിനേസ്, അതിന് AST അല്ലെങ്കിൽ SGOT എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ റൈസസ് ഷാർപ്ലി ആഫ്റ്റർ CPKMB അല്ലെങ്കിൽ CKMB മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന് ഉടൻ അത് അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സർക്കുലേഷനിൽ റിലീസ് ചെയ്യണം. അതിനുശേഷം അതായത് ഈ CPK പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ് ആസ്പർട്ടേറ്റ് ട്രാൻസ്അമിനേസ് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുന്നു? ഒരു 48 മണിക്കൂർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച് 48 മണിക്കൂറിനുള്ളിൽ പീക്ക് ലെവലിൽ ഏറ്റവും കൂടിയ ലെവലിൽ എത്തുകയും അതിനുശേഷം ഒരു 4-5 ദിവസത്തിന് കഴിയുമ്പോൾ അത് നോർമൽ ലെവലിലോട്ട് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ജസ്റ്റ് ഓർത്തിരിക്കുക, ആസ്പർട്ടേറ്റ് ട്രാൻസ്അമിനേസ് എങ്ങനെയാണ്? 48 മണിക്കൂറിനകത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ കഴിയും, 48 മണിക്കൂറിനകത്ത് ഇത് പീക്ക് ലെവലിൽ എത്തുകയും ഏറ്റവും കൂടിയ ലെവലിൽ എത്തുകയും ബ്ലഡിൽ ഏറ്റവും കൂടിയ ലെവലിൽ എത്തുകയും പക്ഷെ എന്നിട്ട് 4-5 ദിവസം കഴിയുമ്പോൾ നോർമൽ ലെവലിൽ എത്തുകയും ചെയ്യുന്നു. ക്രിയാറ്റിൻ CKMB റിലീസ് കഴിഞ്ഞതിന് ശേഷമാണ് ആസ്പർട്ടേറ്റ് ട്രാൻസ്അമിനേസ് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എൻസൈമാണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. അതിൽ എക്സ്പെഷ്യലി LDH1 ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, LDH1 ജനറലി റൈസസ് ഫ്രം ദ സെക്കൻഡ് ഡേ. ഇന്ന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന് രണ്ടാമത്തെ ദിവസം, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ആ ഒരു പീക്ക് ലെവലിലോട്ട് ബ്ലഡിൽ വരുന്നത്. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ ലെവല് ഇതിന്റെ പീക്ക് ലെവൽ തേർഡ് ഡേ ഓർ ഫോർത്ത് ഡേ എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു പീക്ക് ലെവലിലോട്ട് എത്തുകയും 10-15 ദിവസം കഴിയുമ്പോഴാണ് അത് തിരിച്ച് നോർമൽ ലെവലിലോട്ട് എത്തുകയും ചെയ്യുന്നത്. അപ്പൊ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ആണെങ്കിൽ പെട്ടെന്ന് വരും ബ്ലഡിലോട്ട് റിലീസ് ചെയ്യും, പക്ഷെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം അത് തിരിച്ച് നോർമൽ ലെവലിലോട്ട് എത്തുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ പ്രസൻസ്, അതിന്റെ ഒരു ഹൈ ലെവൽ ഉണ്ടെങ്കിൽ, അതൊരു CKMBയുടെ ഹൈ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും റീസെന്റ് വിത്തിൻ 1 ഡേ പേഷ്യന്റിന് എന്തുണ്ടായി? മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് കഴിയുമ്പോഴാണ് ആസ്പർട്ടേറ്റ് ട്രാൻസ്അമിനേസും കൂടി നിൽക്കുന്നത്, പക്ഷെ 4-5 ദിവസത്തിനകത്ത് നോർമലിലോട്ട് വരികയും ചെയ്യുന്നു. എന്നാൽ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് ലെവൽ ഒരു 3-4 ദിവസത്തിനുള്ള, മയോകാർഡിയൽ ഇൻഫാക്ഷൻ കഴിഞ്ഞ് 3-4 ദിവസത്തിനുള്ളിലാണ് അത് ഏറ്റവും കൂടിയ ലെവലിൽ എത്തുന്നത്. അപ്പൊ ഏറ്റവും കൂടിയ ലെവലിൽ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് നിൽക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു 3-4 ദിവസം മുന്നേ പേഷ്യൻസിന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഒരു 10-15 ദിവസം എടുക്കുമ്പോഴാണ് അത് നോർമൽ ലെവലിലോട്ട് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 10-15 ദിവസം എടുക്കും തിരിച്ച് നോർമൽ ആവും. അതുകൊണ്ട് ലാസ്റ്റ് എൻസൈം to rise also the last enzymes to return to normal level in myocardial infarction. Myocardial infarction കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കൂടുകയും ലാസ്റ്റ് നോർമൽ ലെവലിലോട്ട് എത്തുകയും ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടേറ്റ്
ഡീഹൈഡ്രോജനേസ് ആണ്. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ. അപ്പൊ നമ്മൾ എൻസൈംസ് ഇൻ മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ ആദ്യത്തെ 3 എൻസൈംസ് നമ്മളുടെ പ്രധാനമായിട്ട് പറഞ്ഞ 3 എൻസൈംസ് ഉണ്ട്. ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസ്, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. അതിന് മൂന്നിനെയും കുറിച്ചും അത് എപ്പോൾ കൂടും, എപ്പോൾ നോർമൽ ലെവലിലോട്ട് വരും എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിച്ചു. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു മോളിക്യൂളാണ് കാർഡിയാക് ട്രോപ്പോണിൻസ് എന്നാണ് പറയുന്നത്. CT അല്ലെങ്കിൽ കാർഡിയാക് ട്രോപ്പോണിൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എൻസൈംസ് അല്ല. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് എൻസൈംസ് അല്ല. സ്റ്റിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു മോളിക്യൂളാണ് കാർഡിയാക് ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എൻസൈംസ് അല്ല. Although not enzymes, the proteins cardiac troponins എന്താണ്? പ്രോട്ടീൻ മോളിക്യൂളാണ്. cardiac troponins are protein molecules are highly useful for the early diagnosis of myocardial infarction. മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ എത്രയും പെട്ടെന്ന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു പ്രോട്ടീൻ മോളിക്യൂളാണ് കാർഡിയാക് ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. ഇതിൽ അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ട്രോപ്പോണിൻ ഐയും ഉണ്ട്, ട്രോപ്പോണിൻ ടിയും ഉണ്ട്. ഓക്കെ, എമംഗ് ദീസ് troponin I and troponin T. Okay, troponin I and 2 2 ടൈപ്പ് ഉണ്ട്. I ഉം 2 എന്നുള്ള 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ I എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററി എലമെന്റ് ഓഫ് ആക്ടോമൈസിൻ ATPaseഉം ട്രോപ്പോണിൻ ടി എന്ന് പറഞ്ഞാൽ ട്രോപ്പോമൈസിൻ ബൈൻഡിങ് എലമെന്റ് ആണ്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മയോകാർഡിയം. അപ്പോൾ തന്നെ എക്സ്പ്ലനേഷൻ ഒന്നും പഠിച്ചിട്ടെങ്കിലും ഇത്രയെങ്കിലും പഠിക്കുക. ട്രോപ്പോണിൻ ഐയും ട്രോപ്പോണിൻ ടിയും എന്നുള്ള 2 എണ്ണം ഉണ്ട്. ഇതിൽ കാർഡിയാക് ട്രോപ്പോണിൻ I ഈസ് റിലീസ്ഡ് ഇൻ ടു സർക്കുലേഷൻ വിത്തിൻ 4 hours after onset of MI. ഓക്കെ, ക്ലിയർ? ട്രോപ്പോണിൻ ഐയുടെ പ്രത്യേകത എന്താണ്? ഇത് എൻസൈം അല്ല, പകരം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് MI ഡിറ്റക്ട് ചെയ്യാൻ ഏർലി ഇൻഡിക്കേറ്റർ ആണ്. അതായത് നമ്മുടെ ക്രിയാറ്റിൻ കൈനേസിന് മുന്നേയുള്ള ഒരു ഇൻഡിക്കേഷനാണ് കാർഡിയാക് ട്രോപ്പോണിൻ. വിത്തിൻ 4 hours, ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ബ്ലഡിലോട്ട് റിലീസ് ചെയ്ത് തുടങ്ങുകയും 12 മുതൽ 24 മണിക്കൂറിനകത്ത് പീക്ക് വാല്യൂവിൽ എത്തുകയും ഒരാഴ്ച വരെ ആ ഒരു എലിവേറ്റഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു കാർഡിയാക് ട്രോപ്പോണിൻ ഐ. പക്ഷേ ഇത് എൻസൈം അല്ല. അപ്പോൾ ഒരു ഏർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എൻസൈം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ആണ്. പക്ഷേ ക്രിയാറ്റിൻ അല്ലാതെ ഒരു ഇൻഡിക്കേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയാക് ട്രോപ്പോണിൻ ഐ ആണ്. ഓക്കെ, വിത്തിൻ 4 hours ഓഫ് ഓൺസെറ്റ് ഓഫ് MI it reach peak value by 12 to 24 hours and remain elevated for a week എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് അടുത്തൊരു പ്രോട്ടീനാണ് മയോഗ്ലോബിൻ. ഇവിടെ ഈ ചാർട്ടിലുണ്ട് മയോഗ്ലോബിൻ. ദ പ്രോട്ടീൻ മയോഗ്ലോബിൻ ഈസ് ഓൾസോ ആൻ ഏർലി ഇൻഡിക്കേറ്റർ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ മറ്റൊരു ഏർലി ഡയഗ്നോസിസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. However, it is not specific to cardiac disease. പക്ഷേ ഇത് കാർഡിയാക് ഡിസീസിൽ മാത്രമല്ല ബ്ലഡിൽ കൂടുന്നത്. കാരണം കാർഡിയാക് സ്പെസിഫിക് അല്ല, മസിൽ ഡിസീസസ് വരുമ്പോഴും എന്ത് ചെയ്യാം, ഈ മയോഗ്ലോബിൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ കറക്റ്റായിട്ടൊരു കാർഡിയാക് സ്പെസിഫിക് അല്ലാത്തത് കൊണ്ടാണ് നമ്മളത് പറയാത്തത്. പക്ഷേ ബ്ലഡിൽ മയോഗ്ലോബിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു സസ്പെക്ട് ചെയ്യും ഇറ്റ് മേ ബി സം കാർഡിയാക് ഇഷ്യൂസ് ഓർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അതും നമ്മുടെ ഡയഗ്നോസിസിന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡയഗ്നോസിസിന് യൂസ്ഫുൾ ആണ്. പക്ഷെ അതിന് ഏർലി ഇൻഡിക്കേറ്റർ ഓഫ് എൻസൈം എന്ന് പറയാറില്ല. ഏർലി ഇൻഡിക്കേറ്റർ എൻസൈം എന്ന് പറയുമ്പോൾ CPK-MB ആണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് ഹൈ സീറം കോൺസെൻട്രേഷൻ ഓഫ് ബ്രെയിൻ നാട്രി യൂറപ്റ്റിക് പെപ്റ്റൈഡ്. നാട്രി യൂറപ്റ്റിക് പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. അതും എന്തിന് സഹായിക്കുന്നു? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവറിന്റെ ഒരു ഇൻഡിക്കേറ്ററിനായിട്ട് യൂസ് ചെയ്യുന്നു. കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവർ ഉള്ള പേഷ്യൻസിന്റെ ബ്ലഡ് സീറം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഒരു ബ്രെയിൻ നാട്രി യൂറപ്റ്റിക് പെപ്റ്റൈഡും കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബ്രെയിൻ നാട്രി യൂറപ്റ്റിക് പെപ്റ്റൈഡ് is also an indicator for congestive cardiac failure. കാർഡിയാക് ട്രോപ്പോണിൻ അതൊരു എൻസൈം അല്ല, പക്ഷേ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അത് പ്രധാനമായിട്ട് 2 ഫോം ഉണ്ട്, ട്രോപ്പോണിൻ ഐയും ട്രോപ്പോണിൻ ടിയും. അതിൽ ട്രോപ്പോണിൻ ഐ ആണ് നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ 4 മണിക്കൂറിനുള്ള ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുകയും 12 മുതൽ 24 മണിക്കൂറിനകത്ത് പീക്ക് വാല്യൂയിൽ എത്തുകയും അത് ഒരാഴ്ച ആ ഹൈ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ മയോഗ്ലോബിൻ അതും ഒരു ഏർലി മാർക്കറാണ്, പക്ഷെ അത് ഒരു എൻസൈം അല്ല, അതൊരു പ്രോട്ടീനാണ്. അതും എന്തിന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡയഗ്നോസിസിന് സഹായിക്കുന്നു. പക്ഷേ ഇത് കാർഡിയാക് ഡിസീസിൽ മാത്രമല്ല ഉള്ളത്. പക്ഷെ അതേസമയം ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് MB ആണെങ്കിലോ ആ എൻസൈമിന്റെ പ്രത്യേകതയാണ് അത് നമ്മുടെ ഹാർട്ട് ഡിസീസിൽ മാത്രമാണ് അത് കൂടുന്നത്.
ഹൈ സീറം കോൺസെൻട്രേഷൻ ഓഫ് ബ്രെയിൻ നാട്രിയൂറപ്റ്റിക് പെപ്റ്റൈഡ് കൂടുകയാണെങ്കിൽ അത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവറിന്റെ ഇൻഡിക്കേഷനായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ എൻസൈംസ് ചോദിക്കുമ്പോൾ എഴുതാൻ. എൻസൈംസ് എന്ന് ചോദിക്കുമ്പോൾ ഈ 3 എൻസൈംസും എഴുതണം. നോൺ എൻസൈം ആയിട്ടുള്ള കാർഡിയാക് ട്രോപ്പോണിനെ കുറിച്ചും മയോഗ്ലോബിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ബ്രെയിൻ നാട്രിയൂറപ്റ്റിക് പെപ്റ്റൈഡിനെ കുറിച്ചും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ്, അടുത്ത ടൈപ്പാണ് എൻസൈംസ് ഇൻ ലിവർ ഡിസീസസ്. അതൊക്കെ ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, 2 മാർക്കിന് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലിവർ ഡിസീസസിൽ നമ്മൾ ഏതൊക്കെ എൻസൈംസിന്റെ ലെവലാണ് നോക്കണം. ഓൾറെഡി നമ്മൾ പല ക്ലാസ്സുകളിൽ LFT-യിലൊക്കെ പഠിച്ചതാണ്. ദ ഫോളോയിങ് എൻസൈം വെൻ എലിവേറ്റഡ് ഇൻ സീറം ആർ യൂസ്ഫുൾ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് liver dysfunction used to viral hepatitis, jaundice, toxic hepatitis, cirrhosis, hepatic necrosis പോലുള്ള ഡിസീസസിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന എൻസൈംസ് ഏതാണ്? അലനിൻ ട്രാൻസാമിനേസ്, ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസ്, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്, ഇതെല്ലാം എന്തിനു സഹായിക്കുന്നു? ആൽക്കലൈൻ ഫോസ്ഫറ്റേസും ന്യൂക്ലിയോട്ടിഡേസും ഒക്കെ ഇതൊക്കെ എന്തിനു സഹായിക്കുന്നു? ആൽക്കഹോളിക് ലിവർ ഡിസീസസിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസിസ് ഓഫ് ലിവർ ഡിസീസിന് സഹായിക്കുന്നു. അതുപോലെ മസിൽ ഡിസീസസിൽ ഏതൊക്കെ എൻസൈംസ് ആണ് കൂടുന്നത് നോക്കാം. ഇൻ ദ മസ്കുലർ ഡിസ്ട്രോഫീസ് സീറം ലെവൽസ് ഓഫ് സർട്ടൻ മസിൽ എൻസൈംസ് ആർ ഇൻക്രീസ്. ദിസ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, മസിലാവുമ്പോൾ MM, ഓക്കെ, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് MM, ആൽഡോലേസും അതുപോലെ ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസും എല്ലാം മസിൽ ഡിസീസിലും ബ്ലഡിൽ കൂടുന്നു. ഓക്കെ, ഇനി ക്യാൻസർ ഉണ്ടെങ്കിൽ ഏതൊക്കെ എൻസൈംസ് ആണ് കൂടുന്നത്? ഇൻക്രീസ് ഇൻ ദ സീറം ആസിഡ് ഫോസ്ഫറ്റേസ് is specific for the detection of പ്രോസ്റ്റേറ്റിക് കാർസിനോമ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ആൾക്കാരിൽ പ്രധാനമായിട്ട് ഒരു ബ്ലഡിൽ എന്താണ് നോക്കുന്നത്? നമ്മൾ ആസിഡ് ഫോസ്ഫറ്റേസിന്റെ പ്രസൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ ആയിട്ട്. ഇനി മറ്റൊരു ഇൻഡിക്കേഷൻ നമ്മൾ മാർക്കറായിട്ട് യൂസ് ചെയ്യാറുള്ളത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയും, PSA എന്ന് പറയും. പക്ഷെ അതൊരു എൻസൈം അല്ല, അതാണ് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ എൻസൈംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ആസിഡ് ഫോസ്ഫറ്റേസിന്റെ ലെവൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ കൂടുതലായിരിക്കും. ഓക്കെ, നോർമൽ സീറം കോൺസെൻട്രേഷൻ ഓഫ് PSA ചിലപ്പോൾ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. 1 to 4 നാനോഗ്രാം പെർ ml ആണ് നോർമൽ PSA അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച് ക്യാൻസറിന്റെ സാധ്യതകൾ അവിടെ നമുക്ക് പറയാൻ പറ്റും. ലങ്സ് ക്യാൻസറിൽ ന്യൂറോബ്ലാസ്റ്റോമ, ഫിയോക്രോമോസൈറ്റോമയിലൊക്കെ എന്താണ്? എനോലൈസ്, സ്പെസിഫിക് എനോലൈസ്, ന്യൂറോൺ സ്പെസിഫിക് എനോലൈസിസ് ഒരു മാർക്കറായിട്ട് ഇൻഡിക്കേഷനായിട്ട് യൂസ് ചെയ്യാറ്. അതൊക്കെ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ചാൻസ് ഉള്ളൂ. നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻസും പിന്നെ നമ്മുടെ PSAയുടെ ലെവല്, അതുപോലെ ആസിഡ് ഫോസ്ഫറ്റേസ് നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ കൂടുന്നുള്ള കാര്യം, പിന്നെ ലിവർ ഡിസീസിൽ ഏതൊക്കെ എൻസൈംസ് ഉണ്ടെന്നും മസിൽ ഡിസീസിൽ ഏതൊക്കെ എൻസൈംസ് ഉണ്ടെന്നുള്ളതും ഐസോ എൻസൈംസ് ഏതൊക്കെ ടൈപ്സ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ നോക്കിയ എല്ലാ എൻസൈംസും അതിന്റെ നോർമൽ ലെവൽ, അമിലേസ്, ലിപ്പേസ്, നമ്മൾ ഈ 2 പാർട്ടിലായിട്ട് പഠിച്ച എല്ലാ എൻസൈംസും അമിലേസ്, ലിപ്പേസ് നോർമൽ ലെവൽ എത്രയാണ്, അതിൽ വ്യത്യാസം ഇൻക്രീസ് വരുന്നത് ഏതൊക്കെ ഡിസീസസിലാണ് ഈ ഒരു അമിലേസ്, ലിപ്പേസ് കൂടുന്നത്, ട്രാൻസാമിനേസിന്റെ ലെവൽ അത് എത്രയാണ്, അത് ഏതൊക്കെ ഡിസീസിൽ കൂടുന്നു, ഫോസ്ഫറ്റേസസ് ഏതൊക്കെ കൂടുന്നു, അടുത്ത് എൻസൈം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലുള്ള എൻസൈംസ് ഏതൊക്കെയാണ്, മിസ്ലേനിയസ് ഇതിലൊന്നും വരാതെയുള്ള മറ്റ് എൻസൈംസും അത് കൂടുന്നത് ഏതൊക്കെ ഡിസീസിലാണെന്നുള്ളൊരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പോസ് ചെയ്യുക, നിങ്ങളതിൽ ഇതൊന്ന് ജസ്റ്റ് വായിച്ചൊക്കെ. ഇല്ല എങ്കിൽ നമ്മുടെ സത്യധാരണ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചാർട്ട് എടുത്തിട്ടുള്ളത്, അതിലുള്ളത് നിങ്ങൾ നോക്കി വായിച്ചാലും മതി. എല്ലാ എൻസൈംസും അതിൻ്റെ നോർമൽ ലെവലും അത് ഏതൊക്കെ ഡിസീസിൽ കൂടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ എൻസൈംസ് ചിലത് കുറയുന്നുണ്ട്, ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണിത്, അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഏതൊക്കെ എൻസൈംസ് ഏതൊക്കെ ഡിസീസിൽ കുറയുന്നു എന്നുള്ളത് അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ കാർഡിയാക് സ്പെസിഫിക് ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ വരുന്ന എൻസൈംസ് മയോഗ്ലോബിൻ, കാർഡിയാക് ട്രോപ്പോണിൻ, IT, CKMB, ലാക്ടേറ്റ് ഹൈഡ്രോജനേസ് 1, ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസ്, അത് എപ്പോഴാണ് പീക്ക് വാല്യൂ ആകുന്നത്, എപ്പോഴാണ് നോർമൽ ലെവലിലോട്ട് എത്തുന്നത്, എന്തിനൊക്കെ അത് സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുമൊന്ന് ജസ്റ്റ് ഒരു സമ്മറിയാണ് നമ്മൾ ഇതുവരെ പഠിച്ച 2 പാർട്ടിലായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാത്തിൻ്റെയും ഒന്ന് സമ്മറി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടി എന്നുള്ള ചാർട്ടിലുണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എൻസൈമോളജി. അപ്പോൾ നമ്മളിവിടെ എൻസൈമോളജി ഫിനിഷ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പ്രോട്ടീൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമുക്കത് വളരെ ഓൾറെഡി ഞാൻ പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് തിയറി നോട്ടും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പല കുട്ടികളും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. 5 ക്ലാസ് കൊണ്ട് പ്രോട്ടീൻ ഫിനിഷ് ചെയ്യും.
അത് കഴിഞ്ഞ് ലിപ്പിഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോസ് എല്ലാം, പ്രീവിയസ് വീഡിയോസ് എല്ലാം കണ്ടു പഠിക്കുക. എക്സാംസിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വീഡിയോസ് യൂട്യൂബിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കമൻസും സജഷൻസ് ഒക്കെ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.